ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവിൽ നടന്ന ഒരു തർക്കത്തിനിടയ്ക്ക് റസ്മിനും ജിൻഡോയും തമ്മിൽ നടന്ന തർക്കത്തിനിടയ്ക്ക് റസ്മിൻ ജിൻഡോയുടെ ദേഹത്ത് തൊടുന്നുണ്ട് എന്തോ പറഞ്ഞ, പുള്ളിയുടെ ദേഹത്ത് കൈ വെക്കുന്നുണ്ട്, എന്നിട്ട് സോറി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് കൈ എടുത്ത് മാറ്റിയിട്ട്. അപ്പൊ തന്നെ ജിൻഡോ പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നെ ഇതേ സ്ഥലത്ത് തൊട്ടിട്ട് സോറി എന്ന് പറയും റസ്മിനെ എന്ന. അപ്പൊ റസ്മിൻ പറയുന്നു, നീ തൊട്ട് നോക്ക് വിവരം അറിയുമെന്ന്. എന്താ അല്ലേ, ആണുങ്ങളുടെ ദേഹത്ത് തൊട്ട് അവരെ സ്ത്രീകൾക്ക് പ്രൊവോക്ക് ചെയ്യാം, പക്ഷെ ആണുങ്ങൾക്ക് അത് തിരിച്ചു ചെയ്യാൻ പോയിട്ടൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞാൽ വിവരം അറിയും. അതാണ് ഇക്കാലത്തെ ജെൻഡർ ഇക്വാലിറ്റി. ഇനി ഈ ഒരു പവർ ടീം, റസ്മിൻ ഭായും ജിൻഡോയും അടങ്ങുന്ന പവർ ടീം അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞ തവണത്തേക്കാൾ അലമ്പ് പവർ ടീം ആവേണ്ട ടൈം കഴിഞ്ഞു. ഇതിനോടകം തന്നെ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞാണ്. ഇതിൽ ജിൻഡോയ്ക്ക് പകരം മറ്റൊരാളായിരുന്നുവെങ്കിൽ, ജിൻഡോ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പവർ ടീം ഇപ്പോഴും നിലനിന്ന് പോകുന്നത് എന്നതിൽ ഒരു സംശയമില്ല. അതാണ് എനിക്ക് ലൈവ് കാണുമ്പോൾ തോന്നുന്നത്. പരമാവധി പുള്ളി ശ്രമിക്കുന്നുണ്ട് ഒത്തുപോകാൻ റസ്മിനുമായിട്ട്. നോറയും ഗബ്രിയും ജാസ്മിനും ഒക്കെ ഓരോ ആരോപണം ഉന്നയിക്കുമ്പോഴും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് പുള്ളി നിന്ന് തിരിച്ചു പറയാറുണ്ട്. അത് കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ കണ്ട ഒരു ജിൻഡോയെ അല്ല, ഇതൊരു പുതിയ ജിൻഡോയാണ്. കംപ്ലീറ്റ്ലി ഉരുളക്കുപ്പേരിയാണ് പുള്ളിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും. അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. റസ്മിനോട് താല്പര്യമുള്ളവരെ റസ്മിൻ ഫേവർ ചെയ്ത് നിൽക്കാറുണ്ട്, പക്ഷെ ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. റസ്മിൻ നല്ലൊരു ഗെയിമറൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. ഒരു അധികാരം കയ്യിൽ കിട്ടിയാൽ പാർഷ്യാലിറ്റി കാണിക്കാതെ ഫേവറിസം കാണിക്കാതെ നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് ജിൻഡോ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, റസ്മിൻ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ലൈവിൽ ഇത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.